Good morning, friends. We can move through our third part of the story, Adventures in a Banyan Tree. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും പാർട്ട് കണ്ടു. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാണ്. എന്താ നോക്കാം. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. I could read there, propping myself up against the bole of the tree with the cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. അപ്പോൾ ഇനി നമ്മളോട് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ നോയ്സിയസ്റ്റ് പ്ലേസ് ആണ് ബനിയൻ ട്രീ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളോട് പറയുന്നത് ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. ഹാഫ് വേ അപ്പ് ദ ട്രീ, അതായത് ആ മരത്തിൻ്റെ പകുതി ആയ സ്ഥലത്ത്, മരം വലിയ മരമാകുമല്ലോ, അപ്പോൾ പകുതിയിൽ എന്ത് ചെയ്തു, ഐ ഹാഡ് ബിൽറ്റ് മീൻസ് ദ ബോയ് ഹാഡ് ബിൽറ്റ്, അതായത് ആ കുട്ടി, ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, മെയ്ഡ് എന്നുള്ള അർത്ഥം, മെയ്ഡ് നിർമ്മിച്ചു. എന്താ നിർമ്മിച്ച? എ സ്മോൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എ സിറ്റിംഗ് പ്ലേസ്, ഇരിക്കാനുള്ള ഒരു സ്ഥലം. ആര്? ദ ബോയ് built a sitting place on the banyan tree. ബനിയൻ ട്രീയുടെ മുകളിൽ ഈ മരങ്ങളിൽ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഭാഗത്ത് എന്തുണ്ട്? ഒരു ഇരിക്കാനുള്ള സ്ഥലം ഈ കുട്ടി സെറ്റ് ചെയ്തു. നമ്മൾ ഏറുമാടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഒരു ഇരിക്കാനുള്ള സ്ഥലം ഈ കുട്ടി നിർമ്മിക്കുന്നു. എന്നിട്ടോ ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ്, ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, ഐ വുഡ് ഓഫൺ സ്പെൻഡ് ചിലവഴിക്കുക, ദ ആഫ്റ്റർനൂൺസ്, ഞാൻ ഇടയ്ക്കിടെ ചിലവഴിക്കാറുണ്ട്. ആഫ്റ്റർനൂൺസ് എന്ന് അറിയാലോ, വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കും. വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്, നല്ല ചൂട് കാലാവസ്ഥ അല്ല എങ്കിൽ, നന്നായിട്ട് ചൂടുള്ള സമയമല്ല എങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ കുറേ സമയം ചിലവഴിക്കാറുണ്ട്. ഐ കുഡ് റീഡ് ദർ, ഞാൻ എന്തൊക്കെ ചെയ്യോടെ? ഐ കുഡ് റീഡ് ദർ, ഞാൻ വായിക്കാറുണ്ട്. പ്രോപ്പിംഗ് മൈസെൽഫ്, എന്താ പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പിംഗ് മീൻസ് ടു സപ്പോർട്ട്, ടു സപ്പോർട്ട്, അതായത് ചാരിയിരിക്കുക. എഗെയിൻസ്റ്റ് ദി ബോൾ എന്ന് പറഞ്ഞാൽ ട്രങ്ക് എന്നുള്ള അർത്ഥമാണ്. ബോൾ, ട്രങ്ക്, TRUNK, ബോൾ എന്ന് പറഞ്ഞാൽ ട്രങ്ക്, തായ്തടി. ആ മരത്തുമ്പോൾ ചാരി ഇരിക്കാറുണ്ട്. എങ്ങനെ ചാരി ഇരിക്കുന്ന? വെറുതെ മരത്തുമ്പിലാണോ? അല്ല, അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രീ വിത്ത് കുഷ്യൻസ്, കുറച്ച് കുഷ്യൻസ്, തലയിണകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് എടുത്തിട്ടുള്ള? ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അപ്പം ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തിട്ടുള്ള തലയിണകളൊക്കെ വെച്ച് പതുപത്ത രീതിയിൽ സുഖിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ സുഖിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഷ്യൻ ഞാൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതും വെച്ച് ഞാൻ ആ മരത്തിൽ ഇങ്ങനെ ചാരി ഇരിക്കാറുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്? ഐ കുഡ് റീഡ്, ഞാൻ വായിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തൊക്കെ ബുക്കുകളാണ് ആ കുട്ടി വായിക്കാറ്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്. അപ്പോൾ ഏതൊക്കെ ബുക്കുകളാ? ട്രഷർ ഐലൻഡ്, പിന്നെ ഹക്കിൾബറി ഫിൻ, അതൊക്കെ ഒരു സ്റ്റോറീസിൻ്റെ, നോവൽസിൻ്റെ പേരുകളാണ് കേട്ടോ. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോയിൻ്റെയും അതുപോലെ ലൂയിസ മേ ആൽക്കോട്ട് എന്ന് പറഞ്ഞ അവരുടെയൊക്കെ എഴുത്തുകൾ അല്ലെങ്കിൽ സൃഷ്ടികൾ ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. ഇറ്റ് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. എൻ്റെ ബാഗിനകത്ത്, അവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചുള്ള ബാഗിനകത്ത് എപ്പോഴും അതൊരു മിക്സഡ് റീഡിങ്ങിന് വേണ്ടി, എല്ലാ
എല്ലാം ഒരു ദിവസം മൗഗ്ലി ആണെങ്കിൽ മുഴുവൻ ആ മൗഗ്ലി സ്റ്റോറീസ് വായിക്കുന്നില്ല. മൗഗ്ലി സ്റ്റോറീസിൽ 1-2 പേജ് വായിക്കും, പിന്നെ ഞാൻ ചിലപ്പോൾ ട്രഷർ ഐലൻഡ് ആവും വായിക്കുക, പിന്നെ ഹക്കിൾബറി ഫിൻ, അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഞാൻ വായിക്കാറല്ല. കണ്ടിന്യൂസ് റീഡറൊന്നും അല്ല എന്നാണ് നമ്മളോട് പറയുന്നത്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് അങ്ങനെ വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ, എല്ലായ്പ്പോഴും നമുക്ക് നോവൽ വായിക്കാൻ തോന്നില്ലല്ലോ, അപ്പം അങ്ങനെ തോന്നാത്ത അവസരങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദി ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഐ കുഡ് ലുക്ക് ഡൗൺ താഴേക്ക് നോക്കും, ത്രൂ ദി ബനിയൻ ലീവ്സ്, ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴേക്ക് നോക്കാറുണ്ട്. എവിടെയാ? അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തേക്ക്, ആൽമരത്തിൻ്റെ താഴെയുള്ള ലോകത്തേക്ക് ഞാൻ നോക്കാറുണ്ട്. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കുട്ടി കാണാറ്? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ. ഹാങ്ങിങ് അപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക, ടേക്കിംഗ് ഡൗൺ അല്ലെങ്കിൽ എടുക്കുക. എന്ത്? ദ വാഷിംഗ്, വസ്ത്രങ്ങൾ അലക്കിയിട്ട് തൂക്കിയിടുന്നതോ അല്ലെങ്കിൽ ആ അലക്കിയിട്ട വസ്ത്രങ്ങൾ തിരിച്ചെടുക്കുന്നതോ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. അറ്റ് ദി കുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, പാചകക്കാരൻ അല്ലേ. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. ക്വാറലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കു കൂടുക. വിത്ത് ഫ്രൂട്ട് വെൻഡർ മീൻസ് സെല്ലർ, വിൽപ്പനക്കാരൻ. ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴവിൽപ്പനക്കാരൻ അല്ലേ. പഴവിൽപ്പനക്കാരനുമായി ശണ്ട കൂടുന്നത് കാണാറുണ്ട്. അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ്. എന്താ ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞ അർത്ഥം? ഗ്രംബ്ലിംഗ് മീൻസ് മർമറിങ്, പിറുപിറുക്കുക. ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഗ്രംബ്ലിംഗ്, പിറുപിറുക്കുക. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദി ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ എന്തുണ്ട്? അദ്ദേഹത്തിന് ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ട്. അപ്പോൾ സോ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് മർമറിങ്, പിറുപിറുക്കുക അല്ലെങ്കിൽ മുറുമുറുക്കുക എന്നുള്ള അർത്ഥം. അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. എന്താ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് എന്ന് പറഞ്ഞാൽ? ഹാർഡി ശൈത്യത്തെ അതിജീവിക്കുന്ന എന്നുള്ള അർത്ഥം, കഠിനമായ അല്ലെങ്കിൽ ശൈത്യത്തെ അതിജീവിക്കുന്ന എന്നുള്ള അർത്ഥം. അപ്പോൾ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ മല്ലിക, അങ്ങനത്തെ മല്ലിക ചെടികൾ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഹിമാലയത്തിൻ്റെ താഴെയാണ് വസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നിലനിൽക്കാൻ പറ്റിയ, ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ള മല്ലിക ചെടികൾ അയാളുടെ പൂന്തോട്ടത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു. വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അപ്പോൾ അവിടെ ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശടിക്കുക, നിർബന്ധം പിടിക്കുക എന്നർത്ഥം. ഓൺ സ്പ്രിങ്ങിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കിളിർക്കുക, തളിർക്കുക, പൂക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അവിടെ കേട്ടോ. അപ്പോൾ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ ഗാർഡനിൽ ആ മാരിഗോൾഡ് പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് വളർന്ന് പുഷ്പിക്കാത്തത് എന്നോർത്ത് എപ്പോഴും അവയെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. യൂഷ്വലി മീൻസ് പതിവായി. നത്തിങ് വെരി എക്സൈറ്റിംഗ് മീൻസ് വിശേഷിച്ച്, അത്ഭുത തരത്തിലുള്ള അല്ലെങ്കിൽ വിശേഷിച്ച് പ്രത്യേകിച്ചൊന്നും തന്നെ ഹാപ്പൻഡ് സംഭവിക്കാറില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ ബനിയൻ ട്രീയുടെ മുകളിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് സാധാരണയായി പ്രത്യേകിച്ചും ഒരു പരിപാടി അവിടെ സംഭവിക്കാറില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതായിട്ട് എനിക്ക് കാണാൻ കഴിയാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, എന്നാൽ ഒരു ദിവസം ഒരു വലിയ സംഭവം അവിടെ നടക്കുകയാണ്. ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടറിങ് അല്ലേ, അത്ഭുതം, വളരെയധികം അത്ഭുതം തരുന്ന എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായി ഒരു ദിവസം. ടു ലാസ്റ്റ് മീ ത്രൂ ദി സമ്മർ. ആ വേനൽക്കാലം അല്ലെങ്കിൽ ആ അവധിക്കാലം മുഴുവൻ എനിക്ക് ഓർത്തു വയ്ക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മുഴുവൻ നിലനിൽക്കത്തക്ക രീതിയിൽ എന്തോ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായി. എന്താണത്? അതാണ് ഈ കഥയിലെ ഒരു മർമ്മപ്രധാനമായ ഭാഗം. നോക്കാം. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. ആ സമയത്ത് ഞാൻ കണ്ട അത്ഭുതപരമായ കാര്യമാണ് എന്ത്? മംഗൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. ദ ബോയ് ഫൗണ്ട് an attack of mongoose and കോബ്ര. മംഗൂസും കോബ്രയും തമ്മിൽ എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് മംഗൂസ്? മംഗൂസ് മീൻസ് കീരി.
അല്ലേ? കീരിയും കോബ്ര എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പ് അല്ലേ? മംഗൂസും കീരിയും തമ്മിലുള്ള ഫൈറ്റ് ടു ഡെത്ത് മീൻസ് ജീവൻ മരണ പോരാട്ടം. അവർ തമ്മിലുള്ള ഒരു ജീവൻ മരണ പോരാട്ടം ആ പൂന്തോട്ടത്തിൽ വെച്ച് നടക്കുന്നത് ഞാൻ കാണാനിടയായി എന്നാണ് പറയുന്നത്. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ എവിടെയായിരുന്നിരുന്ന? വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബവ് ഇൻ ദ ബനിയൻ ട്രീ. ഈ പോരാട്ടം നടക്കുന്നതിൻ്റെ തൊട്ടു മുകളിലുള്ള ബനിയൻ ട്രീയുടെ ബ്രാഞ്ചിലായിരുന്നു ഞാൻ കിടന്നിരുന്നത് അല്ലെങ്കിൽ ഇരുന്നിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് അത് തുടങ്ങിയത്? ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം breezes of approaching summer had sent everyone, including grandfather, indoors. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ മാസക്കാലമായിരുന്നു. ആൻഡ് ദ വാം മീൻസ് ഹോട്ട്, ചൂട് കാറ്റ്. ബ്രീസസ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ചൂട് കാറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, വീശിയടിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു പാഠം തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്ത്? അപ്രോച്ചിങ് സമ്മർ, വരാനിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ കാഠിന്യത്തെ വിളിച്ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചൂട് കാറ്റ് അവിടെ ഇങ്ങനെ വീശി അടിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് ഹാഡ് സെൻഡ് എവ്രി വൺ, അതെല്ലാവരെയും അയച്ചു. എവിടെ? ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, ആരെപ്പോലും, മുത്തശ്ശനെ പോലും. എവിടേക്ക്? ഇൻഡോഴ്സ്, ഉള്ളിലേക്ക്, വീടിൻ്റെ ഉള്ളിലേക്ക് അവരെയൊക്കെ പറഞ്ഞയക്കത്തക്ക രീതിയിലുള്ള ചൂട് കാറ്റ് വീശിയടിച്ചുകൊണ്ടിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദി പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മീൻസ് വീക്കനിങ്, എന്താ? ക്ഷീണം. ആൻഡ് വാസ് വണ്ടറിങ്, അത്ഭുതപ്പെട്ടു. ഇഫ് ഐ ഷുഡ് ഗോ ടു ദി പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം, അറിയാലോ. ബിഹൈൻഡ് ദി ഹൗസ് ഫോർ എ സ്വിം, തൻ്റെ വീടിൻ്റെ പിറകിലുള്ള ആ കുളത്തിലേക്ക് ഒന്ന് നീന്താൻ വേണ്ടി പോയാലോ എന്നുപോലും ഞാൻ ചിന്തിച്ചു പോയി. അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദി ഗാർഡൻ അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and went straight for the cobra. എന്താ പറയുന്നത് നോക്കും. അറ്റ് ദാറ്റ് ടൈം, അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച സമയത്ത്, വെൻ ഐ തോട്ട് ദാറ്റ്, എന്താ ഞാൻ ചിന്തിച്ച്? എന്താണ് എനിക്ക് എന്ത് ചെയ്യണം? ഐ ഷുഡ് ഗോ ടു ദി പോണ്ട് ബിഹൈൻഡ് ദി ഹൗസ് ഫോർ എ സ്വിം. ഐ വാണ്ടഡ് ടു ഗോ ഫോർ എ സ്വിം, എനിക്ക് നീന്താൻ വേണ്ടി പോകണം. ബിക്കോസ് ഓഫ് ദി വാം ബ്രീസ് അല്ലെങ്കിൽ ഹോട്ട് ബ്രീസ്, ഈ ചൂട് കാറ്റ് കാരണം എനിക്കൊന്ന് നീന്താൻ പോയാലോ എന്നുപോലും ഞാൻ ചിന്തിച്ചിരുന്ന സമയമാണ്. അറ്റ് ദാറ്റ് ടൈം ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ, ഹ്യൂജ് മീൻസ് ബിഗ്, എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് മീൻസ് ഇഴഞ്ഞു വരുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. എവിടേക്ക് ഇഴഞ്ഞു വരുന്നത്? ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്. എവിടെ നിന്നാണ് വരുന്നത്? ക്ലംബ് മീൻസ് ഗ്രൂപ്പ്, കൂട്ടം. ക്ലംബ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടി. അപ്പോൾ ആ ഒരു കള്ളിമുൾച്ചെടിയുടെ കൂട്ടത്തിൽ നിന്നും ഓടി വരുന്ന ആരെ എനിക്ക് കാണാൻ സാധിച്ചു? മൂർഖൻ പാമ്പിനെ കാണാൻ സാധിച്ചു. ആൻഡ് ഇറ്റ് മേക്കിംഗ് ഫോർ മീൻസ് സെർച്ചിങ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദി ഗാർഡൻ. ആ ഗാർഡനിലെ കൂളർ എന്ന് പറഞ്ഞാൽ തണുത്ത ഒരു സ്ഥലം തിരഞ്ഞ് വരികയായിരുന്നു നമ്മുടെ ആ കോബ്ര. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ, എ മംഗൂസ് എമർജ്ഡ് ഫ്രം ദി ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദി കോബ്ര. എ മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി. എന്നിട്ട് നമ്മളോട് പറയാണ്, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, ഞാൻ അതിന് മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആ മംഗൂസും എമേർജ് മീൻസ് അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. ഫ്രം ദി ബുഷസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറ്റിച്ചെടികൾ. ആൻഡ് വെൻ സ്ട്രേറ്റ് ഫോർ ദി കോബ്ര, കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ആ മംഗൂസും അവിടേക്ക് എത്തുന്നു. അതും ആരുടെ നേരേക്ക് എത്തുന്നത്? നമ്മുടെ കോബ്രയുടെ നേരേക്ക് ഓടി വരുന്നു. In a clearing beneath the tree, in bright sunshine, they came face to face. In a clearing beneath the tree, ആ ആൽമരത്തിൻ്റെ താഴെ ഒരു പരന്ന പ്രദേശം, ഒന്നുമില്ലാത്തൊരു ക്ലിയർ ചെയ്ത ഒരു സ്ഥലമുണ്ടായിരുന്നു. അതായത് കുറ്റിച്ചെടികളോ പുല്ലുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലം, ആൽമരത്തിന് താഴെ ആ തണലത്ത് ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടേക്കാണ് അവർ രണ്ടുപേരും ഇഴഞ്ഞു വന്നത്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അങ്ങനെ ആ നട്ടുച്ച നേരത്തെ എന്ത് ചെയ്തു? ഈ കീരിയും പാമ്പും ഫേസ് ടു ഫേസ്, മുഖാമുഖം വന്നു ചേർന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്
3 feet long, was a superb fighter, clever and aggressive. നമ്മുടെ കോബ്രയ്ക്ക്, നമ്മുടെ മൂർഖൻ പാമ്പിന് he understood only too well, വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ദാറ്റ് എന്തെന്നാൽ the grey mongoose 3 feet long, 3 അടി നീളമുള്ള നമ്മുടെ കീരി, ഇറ്റ് വാസ് എ സൂപ്പർബ് ഫൈറ്റർ, വളരെ നല്ലൊരു ഫൈറ്ററാണ്, പോരാളിയാണെന്ന് ആ പാമ്പിന് അറിയാമായിരുന്നു. പിന്നെയോ ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലി, ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വിഗറസ് എന്നുള്ളർത്ഥം, VIGOROUS, വിഗറസ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്രമണ സ്വഭാവമുള്ള ഒരു ജീവിയാണ് കീരി എന്ന് നമ്മുടെ കോബ്രയ്ക്കും നന്നായിട്ടറിയാം. ബട്ട് ദ കോബ്ര വാസ്, ഇനി കോബ്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കോബ്ര വാസ് സ്കിൽഫുൾ മീൻസ് കഴിവുള്ള, ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, നല്ല ഫൈറ്റ് ചെയ്ത് പരിചയസമ്പന്നനായ ഒരു ഫൈറ്ററാണ്, പോരാളിയാണ്. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി വേഗത്തിൽ, സ്വിഫ്റ്റ്ലി മീൻസ് സ്പീഡിലി, വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്നവനാണ്. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, സ്ട്രൈക്ക് കൊത്തുക, എങ്ങനെ കൊത്താൻ കഴിയും? വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗതയിൽ, അതായത് ഒരു ഞൊടിയിടയ്ക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ ആഞ്ഞു കൊത്താൻ കഴിവുള്ള ഒരു ജീവിയാണ് കോബ്ര. ആൻഡ് ദ സാക്സ് മീൻസ് സഞ്ചി, എവിടെയുള്ള, ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പിന്നെ നാവിനെയാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് പല്ലുകൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ മുന്നിലേക്ക് വളഞ്ഞിരിക്കുന്ന 2 പല്ലുകളുണ്ട്. ആ പല്ലുകൾ നേരെ ചെല്ലുന്നത് ഇത് ഒരു സാക്കിലാണ്, ഒരു സഞ്ചിയിലേക്കാണ്. ആ സഞ്ചിയിൽ നിറയെ വിഷമാണെന്നാണ് പറയുന്നത് കേട്ടോ, നമ്മളോട് പറഞ്ഞു തരികയാണ്. സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ഫാങ്സ് എന്ന് പറഞ്ഞാൽ പല്ല്, 2 വളഞ്ഞിരിക്കുന്ന പല്ലുകളായിരിക്കും പാമ്പിൻ്റെ വായയിലുണ്ടായിരിക്കുക. അതൊരു സൂചിയുടെ പോലെ ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് എ നീഡിൽ. ആ നീഡിലിനെ കണ്ടിട്ടില്ല, നമ്മളെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന നീഡിലിനെ കണ്ടില്ല, മുന്നിലൊരു ചെറിയൊരു ഹോള് പോലെ, ആ ഹോളിലൂടെയല്ലേ മരുന്ന് വരിക, അതുപോലെ തന്നെയാണ് ഈ പാമ്പിൻ്റെ പല്ലും. അപ്പോൾ ആ സൂചി കണക്ട് ചെയ്തിരിക്കുന്ന സിറിഞ്ച്, അതുപോലെ ഈ പല്ല് ഒരു സാക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സാക്ക് നിറയെ ഡെഡ്ലി വെനമാണ്. നമുക്കറിയാം മൂർഖൻ പാമ്പാണ്, അപ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, ആ നീളമേറിയ പല്ലുകൾ, ആ പല്ലുകൾക്ക് കീഴെ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ നിറയുന്നുണ്ട് ഡെഡ്ലി വെനം, മാരക വിഷം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, വിജയികൾക്ക് അല്ലെങ്കിൽ വിജയിയാകാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വിജയികൾക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം, ഒരു പോരാട്ടം തന്നെ, അല്ലെങ്കിൽ ജീവൻ പോരാട്ടം തന്നെയായിരുന്നു അവിടെ നടക്കാൻ പോയിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? അപ്പം ഇനി ഒരു വൻ ഫൈറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കാം ഇനി ആ യുദ്ധം എങ്ങനെയായിരിക്കും, ആ പോരാട്ടം ഉണ്ടാവുക, ആരാണ് ജയിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാണാം. ഓക്കെ.